നമസ്കാരം. പൊന്നുണ്ണിമായ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കരപുത്രൻ്റെ തൃപ്പാദ പങ്കജം ശങ്കയില്ലാതെ ഭജിച്ചുവെങ്കിൽ ഏതൊരാപത്തും അണയാതെ കാക്കുമാ കാതലിൻ കാതലാം വിഷ്ണുമായ. വിഷ്ണുമായയുടെ സാന്നിധ്യം അറിയാൻ, അതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ, നമ്മൾ പറയുന്ന വീഡിയോ. വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് സ്വാമിയിലൂടെ നമുക്ക് പറയാറുള്ളതും അത് ഒരുപാട് പേർക്ക് അനുഭവമുള്ളതുമായ കാര്യങ്ങളാണ്. അപ്പോൾ വിഷ്ണുമായയുടെ സാന്നിധ്യം അറിയാൻ നമുക്ക് കാതോർത്ത് ജപിക്കാം സ്വാമിയെ എന്നാണ്. അതായത് വിഷ്ണുമായ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നവരുണ്ടാവാം, മൂലമന്ത്രങ്ങൾ ജപിക്കുന്നവരുണ്ടാവാം, പല രീതിയിൽ ഛന്ദസ്സുള്ളതും ഛന്ദസ്സില്ലാത്തതും മലബാര മന്ത്രങ്ങൾ അടങ്ങിയതുമായിട്ടുള്ള നിരവധി മന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്വാമിയുടെ നാമങ്ങൾ ജപിക്കുന്നവരുണ്ടാവാം. 21 പ്രാവശ്യം, 41 പ്രാവശ്യം, 108 പ്രാവശ്യമൊക്കെ സ്വാമിയുടെ നാമങ്ങൾ ജപിക്കുന്ന നിരവധി ആൾക്കാരുണ്ടാവാം. അതിൽ സ്വാമിയുടെ സാന്നിധ്യം എങ്ങനെ അറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ, നമ്മൾക്ക് ഒരു അളവിൽ ഏതൊരു മന്ത്രമായിരുന്നാലും അത് ഒരു അളവിൽ കവിഞ്ഞ് അത് ഫലം, ചെടി നമ്മൾ നട്ട് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ തൈ നട്ട് അത് വളർന്ന് വന്ന് അത് പടർന്ന് പന്തലിച്ച് അതിൽ നിന്ന് കായ്കനികൾ ഉണ്ടാകുന്ന ഒരു സമയം, അതിന് കുറച്ച് കാലയളവ്. അപ്പോൾ 21 ദിവസം 41 ദിവസം അത് കഴിഞ്ഞും ഒക്കെ പല സമയങ്ങൾ കഴിഞ്ഞ് ആ ഒരു കാലയളവ് കഴിയുമ്പോൾ നമ്മുടെ ജപസംഖ്യയുടെ വർധനമനുസരിച്ച് അതിൽ നിന്നൊരു ഫലം, ആ ഒരു ഫലം നമുക്കുണ്ടാവും. അതിൽ നിന്ന് കായ്കനികളൊക്കെ നമുക്ക് കിട്ടുന്ന, പഴുത്ത പഴങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലം, ആ കാലത്തിൻ്റെ ഒരു സമയം. ആ സമയത്താണ് നമ്മുടെ ഈ സാന്നിധ്യങ്ങളെല്ലാം നമുക്കുണ്ടാവുകയും ജീവിത അനുഭവങ്ങൾ ഉണ്ടാവുകയും ജന്മജന്മാന്തരമായ സുഹൃതങ്ങൾ ഉണ്ടാവുകയും ജന്മജന്മാന്തരങ്ങളിൽ മുൻ ജന്മങ്ങളിലൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്ന അവസ്ഥകൾ, നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുകയും ഒരു ശത്രുവിനെ കണ്ടാലും മിത്രത്തെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്നതായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകും. അത് പ്രത്യേക അനുഭവം തന്നെയാണ് ജീവിതത്തിലുണ്ടാകും. ഒരു സുഹൃത്ത്, ഒരാൾ സുഹൃത്തായി വന്നാലും അത് ശത്രുവായി വന്നാലും നമ്മുടെ മുമ്പിലേക്ക് ഏത് രീതിയിലൊക്കെ വരുന്നു ആ രീതിയിലൊക്കെ നമുക്കതിനെ മുൻകൂട്ടി കാണാനുള്ള കഴിവും നാളത്തെ ദിവസത്തിലുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളും നാളെ ഉണ്ടാകാൻ പോകുന്നതിൻ്റെതായ സൂചനകളും ഒക്കെ നമുക്ക് സ്വാമിയിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അത് ജപം തന്നെയാണ്. ധ്യാനവും അതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. പ്രധാനമായിട്ട് ജപം, സ്വാമിയുടെ മലബാര മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള നല്ല മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ജപവും, പിന്നെ സ്വാമിക്ക് വേണ്ടി നേർച്ചകൾ നേരുക, പൂജകൾ കൊടുക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ ആ ജപ സമയത്ത് വളരെ നിശബ്ദമായിരുന്നു സ്വാമിയുടെ നാമങ്ങൾ ചൊല്ലുന്ന സമയത്ത്, അത് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല എങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് ആ ജപം കണ്ണടച്ചിരുന്നായിരിക്കാം, അല്ലെങ്കിൽ കണ്ണ് തുറന്നിരുന്നായിരിക്കാം, അല്ലെങ്കിൽ കണ്ണടച്ചിരുന്ന് എന്ന് കൂട്ടിക്കൊള്ളും. ആ സമയത്ത് തന്നെ നമുക്ക് പുറത്ത് നിരീക്ഷിക്കുക, നമ്മളെ തന്നെ നിരീക്ഷിക്കുക, നമ്മുടെ ശ്വാസം നിരീക്ഷിക്കുക, ജപത്തോടൊപ്പം തന്നെ പുറത്തുണ്ടാകുന്ന ശബ്ദങ്ങൾ നിരീക്ഷിക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക, നമ്മുടെ കൈകാലുകൾ നിരീക്ഷിക്കുക, നമ്മുടെ ഹൃദയമിടിപ്പ് നിരീക്ഷിക്കുക. അങ്ങനെ വളരെ ഏകാഗ്രമായി ഉള്ളിലോട്ട് ഇറങ്ങി പോവുക. അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ പുറത്ത് പല കാര്യങ്ങൾ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. അത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റേതായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. മണിനാദങ്ങൾ കേൾക്കുക, സ്വാമിയെ കാണാൻ പറ്റുക, സ്വാമി പോത്തിൻ പുറത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിതിലൂടെ കാണാൻ പറ്റും, അറിയാൻ പറ്റും, സാന്നിധ്യം അറിയാൻ പറ്റും, തൊട്ട് വിളിക്കും നമ്മളെ. അപ്പോൾ നമുക്ക് അനുഭവം തന്നെയാണ്. പിടിവിടരുത്, മനഃശാഞ്ചല്യം ഉണ്ടാവരുത്. അപ്പോഴൊന്നും മനഃശാഞ്ചല്യം ഉണ്ടാവാതെ തന്നെ അതിനെ എല്ലാം മുഴുമിപ്പിക്കുക. ആൾ നമ്മുടെ ശരീരത്തിൽ തൊടുന്നു, ശരീരത്തിൻ്റെ ഇലക്ട്രിക്കിൻ്റെ പോലെ വൈദ്യുത തരംഗങ്ങൾ പോലെ ഒരു വൈബ്രേഷൻ നമുക്കുണ്ടാകുന്നു. പുറത്തുനിന്ന് മണിനാദം കേൾക്കുന്നു, സ്വാമി വരുന്നതായിട്ട് കാണുന്നു, സ്വാമി നമ്മുടെ പോത്തും പുറത്ത് വരുന്നതായിട്ട് കാണുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ, ഈ ജപത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. സ്വപ്നത്തിലൂടെ നമ്മൾ കാണാൻ പറ്റുന്നത് അതും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ആ ഒരു സമയം കഴിയുമ്പോൾ ജപത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുമ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ പൂർണ്ണമായ നല്ല മനസ്സോടെ, ശുദ്ധ മനസ്സോടെ, അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ മത്സ്യമാംസാദികൾ കഴിച്ചതുകൊണ്ട് അങ്ങനെ ആയിപ്പോകുമോ, ഇങ്ങനെ ആയിപ്പോകുമോ,
അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടായിപ്പോയി അതുകൊണ്ട് അങ്ങനെ ആയിപ്പോൾ അങ്ങനെയല്ല. നമ്മൾ സ്വാമിയിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള സാന്നിധ്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഒരു ഏകാഗ്രമായ ജപത്തിലൂടെയും. പിന്നെ ധ്യാനം പരിശീലിക്കാം, അതൊക്കെ ഞാനിപ്പോൾ പറയുന്നതെല്ലാം ജപം ആണ്. ആ ജപത്തിലൂടെ ഏകാഗ്രമായിരുന്നുള്ള ആ ഒരു 108 മന്ത്രം അല്ലെങ്കിൽ 21 മന്ത്രം അല്ലെങ്കിൽ 41 മന്ത്രം ജപിക്കുന്നതിലൂടെ 108 ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സമയം നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്കിത് ആ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. എല്ലാവരും ഓർത്ത് വയ്ക്കുക. എല്ലാവർക്കും പൊന്നുണ്ണി വിഷ്ണു മായച്ചാത്തൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.